പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ ആക്ഷേപങ്ങൾ അടിസ്ഥാനരഹിതമാണ്. അഴിമതി സംബന്ധിച്ച ആരോപണങ്ങൾ ഉണ്ടയില്ല വെടികളാണ്. അദ്ദേഹത്തിൻ്റെ ആക്ഷേപങ്ങൾക്ക് തെളിവ് ഹാജരാക്കാൻ തയ്യാറാവും. ഏത് ധനകാര്യ സ്ഥാപനമാണെങ്കിലും വായ്പ കൊടുക്കുക മാത്രമല്ല, മിച്ചം വരുന്ന ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. ഡെപ്പോസിറ്റായിട്ടോ സർക്കാരിൻ്റെ ബോണ്ടുകളിലോ അല്ല. അതിനുള്ള നയം ഓരോ ധനകാര്യ സ്ഥാപനത്തിനുണ്ടാകും. KFCക്കും ഉണ്ട്. അതുപ്രകാരം റിസർവ് ബാങ്ക് അംഗീകാരമുള്ള ഷെഡ്യൂൾ ബാങ്കുകളിലോ അതുപോലുള്ള NBFCകളിലോ നിക്ഷേപിക്കാൻ പാടുള്ളൂ. 2, അവയ്ക്ക് AA റേറ്റിംഗ് വേണം. 3, ഈ AA റേറ്റിംഗ് ഉള്ള സ്ഥാപനങ്ങളിൽ നിന്ന് പലിശ സംബന്ധിച്ച് കൊട്ടേഷൻ വിളിച്ച് വേണം നിക്ഷേപം നടത്താൻ. ഇത് പൂർണ്ണമായിട്ട് പാലിക്കപ്പെട്ടിട്ടുണ്ട്. വി ഡി സതീശൻ പറയുന്നത് ഏത് കുഞ്ഞുകുട്ടിക്ക് പറയായിരുന്നു പൊളിയാൻ പോണെന്നാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ക്രെഡിറ്റ് ഏജൻസികൾ AA മതി, AA+ റേറ്റിംഗ് ആണ് റിലയൻസ് കമേഴ്ഷ്യൽ നൽകിയിരുന്നത്. ആ റേറ്റിംഗിൻ്റെ അടിസ്ഥാനത്തിൽ KFC മാത്രമല്ല, KFC നിക്ഷേപം നടത്തുമ്പോൾ 12,000 കോടി രൂപ അവിടെ നിക്ഷേപമായിട്ടുണ്ട്. അത് റേറ്റിംഗ് കമ്പനികളെ ഉയർത്തി വെപ്പിച്ചു. അന്ന് അഴിമതിയാണ്. 2, കോട്ട് ചെയ്തപ്പോൾ മറ്റ് കമ്പനികൾ അവർ താഴ്ത്തി വെച്ചു. തെളിവ് വെക്കണ്ടേ? അപ്പോൾ ഇന്നിപ്പോൾ ഈ 60 കോടി രൂപയും പോയിട്ടൊന്നുമില്ല. ഇപ്പോൾ 52% തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പോരാ, നമുക്ക് പൂർണ്ണമായിട്ട് പണം കിട്ടണം എന്ന നിലപാട് നെഗോഷിയേഷൻസ് നടക്കും.